അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രശസ്ത മാപ്പിള കവി ഫളിൽ കൊടുവള്ളിയുടെ ബദർ കിസയിൽ നിന്നും ഏതാനും ചില വരികൾ. ഇശൽ ഓശാകൻ നടുചാട്ട് കുടുക്കുമുറുക്കം ഏറ്റ്. തങ്കത്തേൻ തിരുനബി തരുൾ തരമായി മക്കത്തെ തിങ്കും പതി ബദറിലമൈത്തൊരു തകുതി കല്ലടിയണി നിലച്ചേരെ താരാരം വാഴ്ത്തും മുത്ത് നിലാമലരേ താരാരം വാഴ്ത്തും മുത്ത് നിലാമലരേ തങ്കത്തേൻ തിരുനബി തരുൾ തരമായി മക്കത്തെ തിങ്കും പതി ബദറിലമൈത്തൊരു തകുതി കല്ലടിയണി നിലച്ചേരെ താരാരം വാഴ്ത്തും മുത്ത് നിലാമലരേ താരാരം വാഴ്ത്തും മുത്ത് നിലാമലരേ അകമിൽ പെരുത്ത ഹുബൽ സഹബരുമണവായി അകലരഥവുകൾ അലമുകളൊളിയായി അകല കഹനേൻ അർഷദ് കുറുബായി അഖില സാരസുര സുറുറിൻ സ്വരമായി തിരുനൂറേ തണിനീരെ യാ മൗലൽ ഉറൂബാ തങ്കത്തേൻ തിരുനബി തരുൾ തരമായി മക്കത്തെ തിങ്കും പതി ബദറിലമൈത്തൊരു തകുതി കല്ലടിയണി നിലച്ചേരെ താരാരം വാഴ്ത്തും മുത്ത് നിലാമലരേ താരാരം വാഴ്ത്തും മുത്ത് നിലാമലരേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തൻ്റെ അനുചരന്മാരെ ബദറിൽ തൂവല് പിടിപ്പിക്കാത്ത ഒരു കൊമ്പ് കൊണ്ട് അണിയൊപ്പിച്ച് നിൽക്കുന്ന ആ ഒരു രംഗമുണ്ട്. അതിൻ്റെ തൊട്ടു മുമ്പത്തെ ചരിത്രമാണ് ഇതിലൂടെ പറയുന്നത്. യാ മൗലൽ ഉറുബ തങ്ങൾ പേശുവതേതും ചെയ്തിടലായി യാ മൗലൽ ഉറുബ തങ്ങൾ പേശുവതേതും ചെയ്തിടലായി യേശും രോഷം തൻ ശബനം ശിബിരം ആടും പുലിമിസ് അഭിഷണമായി സമൃദ്ധം സുദൃഢം തകുണിത തകുതം ജണുതം ജണുഗിതം ജുനുദത തിമൃതം സിംഹമ പുലിയലിയാർ സുഗന്ധമിക തരമോർ തമാമിൻ തരീക്കിൽ തരിത്ത് തീരാൻ തിങ്കൾ ഇസുമുരയായി അർഷില്ലത് തെളിവായി തിരുവായരുളാൽ ശൂരിതരാമലിക്കാർ കൊടിച്ചോടായി തങ്കത്തേൻ തിരുനബി തരുൾ തരമായി മക്കത്തെ തിങ്കും പതി ബദറിലമൈത്തൊരു തകുതി കല്ലടിയണി നിലച്ചേരെ താരാരം വാഴ്ത്തും മുത്ത് നിലാമലരേ താരാരം വാഴ്ത്തും മുത്ത് നിലാമലരേ. ഏഴാൻ ആകാശവും കടന്ന് അർശിലെത്തിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് യോദ്ധാക്കൾക്കിടയിൽ നിന്ന് 3 പതാക ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടുന്ന് വിളിക്കുകയാണ്. ചുണയും ചൊടിയുമുള്ള ശ്രേഷ്ഠരായ മുഹാജിറുകളിൽപ്പെട്ട മിസ്അബ് എവിടെ? ഇത് കേൾക്കേണ്ട താമസം അവിടുന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹു ദൂതരെ ഞാൻ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അങ്ങനെ ഉറവ വറ്റാത്ത ആ ഒരു കരങ്ങളെ കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒന്നാമത്തെ കൊടി മിസ്അബ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുകയാണ്. പിന്നീട് അർശിലെ പുലി എന്ന് എഴുതപ്പെട്ട അലി റളിയല്ലാഹു അവിടുന്ന് വിളിക്കുകയാണ്. അത് കേട്ടപാടെ അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ ദൂതരെ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഹദറത്തിലേക്ക് ഓടി വരികയാണ്. അങ്ങനെ രണ്ടാമത്തെ ആ ഒരു കറുത്ത കൊടി അവിടുന്ന് അലി റളിയല്ലാഹു അൻഹുവിന് നൽകുകയാണ്. പിന്നീട് അദ്ദേഹം ആ കൊടിയുമേന്തി ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ആ ഒരു സന്ദർഭമാണ് അവിടെ പറയുന്നത്. ശേഷം നമുക്ക് കേൾക്കാം
ചോടായോർ മുണ്ടത് ജണ്ടയിൽ ചേക്കോർ സായതാം ചെങ്കനലും. ചോടായോർ മുണ്ടത് ജണ്ടയിൽ ചേകോർ സായതാം ചെങ്കനലും. ചാടും ചേരി തൻ ചരണം ചുരിത താരം പോൽ ഹസ്രജിൻ മികവ സമൃദ്ധം സുദൃഢം തകുണിത തകുതം ജണുതം ജണുഗീതം ജുനുതത് തിമൃതം. ചണ്ടറ തിരുപൊലിവാം ചുറന്ത ചുടരൊളിവാം തടാകി മുതുകിലജത്തെ പൊലിത്തെ തങ്ങൾ തിരുമൊഴിയായി തിരുടരുടെ തിരിടുവാൻ. താനോ സഹവാറടങ്കൽ ബീരിതരാംബിത പോർക്കളം പോരാ ബീരിതരാംബിതം പോർക്കളം പോരാൽ. തങ്കത്തേൻ തങ്കത്തേൻ തിരുനബി തരുൾ തരമായി മക്കത്തെ തിങ്കും പതിബദറിലമേത്തൊരു തകുതി കല്ലടിയണി നിലച്ചേരെ താരാരം വാഴ്ത്തും മുത്ത് നിലാമലരേ താരാരം വാഴ്ത്തും മുത്ത് നിലാമലരേ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നത് ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട കൊമ്പൻ സ്രാവിനോട് തുല്യമായിട്ടുള്ള സഅദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ആ വിളി കേൾക്കേണ്ട താമസം അവിടുന്ന് സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ അടുക്കലേക്ക് വന്നു. അങ്ങനെ അവിടുന്ന് ആ മൂന്നാമത്തെ കൊടിയും അവിടുന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുകയാണ്. അവിടെ നമുക്ക് കാണാം ആ ഒരു കരങ്ങളെ വിശേഷിപ്പിക്കുന്നത് ഒരു പെണ്ണാടിൻ്റെ മുതുകിൽ തഴുകിക്കൊണ്ട് പ്രസവിപ്പിച്ച ആ ഒരു കരമാണത്. ആ കരങ്ങളെ കൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന് ആ കൊടി നൽകുന്നത്. പിന്നീട് നമുക്ക് കേൾക്കാം. പോരിന്നൂറച്ച് സവാദും പാരിതമാൽ പരം പാർവയനാൽ. പോരിന്നൂറച്ച് സവാദും പാരിതമാൽ പരം പാർവയനാൽ. പേരിൻ പോർത്തലം സൊഫദിൻ സബ്കാൽ പാരം പരലൊറുബത്തുമുരേ സമൃദ്ധം സുദൃഢം തകുണിത തകുതം ജനുതം ജനുഗിതം ജുനുതത് തിമൃതം. പെരുത്ത പീറയതാൽ ബിരുത്തി ബദൻ വെളിവായ് സവാതിൽ തരിത്ത് ഉരത്തനൈനാർ തീർത്തിടു കൊതിയകമേ സത്യമാകുമതേ. താജാ കേറ്റി കമീസൊടൻ പൊഴുതതിലരികർ അരിശമിൽ നിലയായി പൊഴുതതിലരികർ അരിശമിൽ നിലയായി. തങ്കത്തേൻ തങ്കത്തേൻ തിരുനബി തരുൾ തരമായി മക്കത്തെ തിങ്കും പതിബദറിലമേത്തൊരു തകുതി കല്ലടിയണി നിലച്ചേരെ താരാരം വാഴ്ത്തും മുത്ത് നിലാമലരേ താരാരം വാഴ്ത്തും മുത്ത് നിലാമലരേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൂവല് പിടിപ്പിക്കാത്ത ഒരു വടി കയ്യിൽ പിടിച്ചുകൊണ്ട് അണിയൊപ്പിക്കുകയാണ്. അണിയൊപ്പിക്കുന്ന സമയത്ത് അവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, മടമ്പ് ഒപ്പിച്ചു നിൽക്ക്, മടമ്പ് ഒപ്പിച്ചു നിൽക്ക് എന്ന്. ഇതിനിടയിൽ സവാദ് റളിയല്ലാഹു അൻഹു എന്തോ ഒന്ന് ചോദിക്കുകയാണ്. പിന്നീട് അവിടെ കമീസ് ഇങ്ങനെ പൊക്കിക്കൊടുക്കുന്ന ഒരു ചരിത്രമാണ് അവിടെ പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു പാട്ടിൽ ചരിത്രത്തിൻ്റെ ഈ ഒരു രംഗം മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ചുരുങ്ങിയ രംഗം അത് ബദറിൽ തന്നെ വളരെ വിരഹഭരിതമായ ഒരു ഭാഗമാണ്. മാത്രമല്ല, ഏറ്റവും നല്ല ഇശലുകളും വരികളും ഉപയോഗിച്ചാണ് കവി ഈ രംഗത്തെ പാട്ടിലൂടെ പറയുന്നത്. ഇത് ബദറുൽ കുബ്ര എന്നതിലെ ഒരു ഭാഗം കൂടിയാണ്. നമ്മുടെ കവി ഫദൽ കൊടുവള്ളി ഈ ഭാഗം ഒരു പാട്ടാക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ എഴുതിയ ഒരു പാട്ടുകൂടിയാണ് നമ്മുടെ ഈ തങ്കത്തേൻ തിരുനബി എന്ന ഈ ഒരു പാട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Result number 4 for camp.